പോലെ ഇന്നും ഇന്നലെയും ഒന്നുമല്ല, 1980 മുതൽ ഈ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുള്ള രഹസ്യബന്ധം CPM സൂക്ഷിക്കുകയാണ്. പലപ്പോഴും അത് പുറത്തായിട്ടുണ്ട്. ചർച്ചകളൊക്കെ ഇരുവരും അന്ത്യചർച്ചകൾ നടത്തിയതൊക്കെ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്ത് അപ്പോഴൊക്കെ മുഖ്യമന്ത്രി കൈമലർത്തുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ ഇതാ പരസ്യ ബാന്ധവം വെളിപ്പെടുത്തിയിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അപ്പോൾ നിലനിൽപ്പ് അത്യാവശ്യമാണ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രേക്ഷകർക്കായി ജനം TV ഇപ്പോൾ പുറത്തുവിട്ടത്. പ്രജിത്താണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരം കിളിമാനൂരിൽ യുവതിയുടെ കൈ വെട്ടിമാറ്റി അമ്മാവൻ. കിളിമാനൂർ സ്വദേശി സിന്ധുവിന്റെ കൈയാണ് അമ്മാവൻ വെട്ടിമാറ്റിയത്. സിന്ധുവിനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിന് ശേഷം അമ്മാവൻ മണിക്കുട്ടന് വേണ്ടി പോലീസ് തെരച്ചിൽ ആരംഭിച്ചു. വിശദാംശങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഞെട്ടിക്കുന്ന വാർത്തയാണ് ഈ കിളിമാനൂരിൽ നിന്നും വരുന്നത്. എന്തിനാണ് ഈ ക്രൂരത? ഈ യുവതിയുടെ കൈ വെട്ടിമാറ്റുകയായിരുന്നു അമ്മാവൻ. എന്തെങ്കിലും പൂർവ്വ വൈരാഗ്യമാണോ? ഈ യുവതിയുടെ ആരോഗ്യനില എങ്ങനെ തുടരുകയാണ് പ്രജിത്ത്? സ്കൂട്ടർ പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അയൽവാസിയും സഹോദരിയുടെ പുത്രിയുമായിട്ടുള്ള സിന്ധുവിന്റെ കൈ വെട്ടിമാറ്റുന്ന നിലയിലേക്ക് എത്തിയത്. ഇന്ന് രാവിലെ 6:30 ഇത്തരത്തിൽ സംഭവം ഉണ്ടായത്. സ്കൂട്ടർ പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടാകുന്നു. തർക്കത്തെ തുടർന്ന് കയ്യിലിരുന്ന ആയുധം മണിക്കുട്ടൻ അമ്മാവന്റെ പേരാണ്, ഉപയോഗിച്ചുകൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇരു കൈകളും വെട്ടേറ്റു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വെട്ടേറ്റ ഉടനെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും ചെയ്തു. സിന്ധുവിന്റെ നില വളരെ സാരമായ പരിക്കുകളുണ്ട്. രണ്ട് കൈക്കും തൂങ്ങുന്ന നിലയിലേക്ക്, അറ്റുപോകുന്ന നിലയിലേക്ക് എത്തിയെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ശസ്ത്രക്രിയാ നടപടികളടക്കം പുരോഗമിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സംഭവശേഷം അമ്മാവൻ മണിക്കുട്ടൻ ഒളിവിൽ പോയി. 60 വയസ്സുള്ള ആളാണ് ഈ മണിക്കുട്ടൻ എന്ന് പറയുന്നത്. അമ്മാവൻ ഒളിവിൽ പോയി. ഇപ്പോൾ ഒളിവിൽ പോയ മണിക്കുട്ടന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ തമ്മിൽ പൂർവ്വ വൈരാഗ്യമുണ്ടോ എന്നടക്കമുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും അതെല്ലാം പോലീസ് ഇപ്പോൾ അന്വേഷിക്കും. രാവിലെ 6:30 ഇത്തരത്തിലൊരു തർക്കം ഉണ്ടാകുന്നത്. സ്കൂട്ടർ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കം. ആ തർക്കമാണ് പിന്നീട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വാഗ്വാദത്തിലേക്ക് കലാശിക്കുകയും അത് തുടർന്ന് കൈവെട്ടി മാറ്റുന്ന നിലയിലേക്ക് എത്തിച്ചേരുകയൊക്കെ ചെയ്തത്. ശരി പ്രശാന്ത്, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും ഈ അമ്മാവൻ മണിക്കുട്ടനായി തെരച്ചിൽ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം കിളിമാനൂരിലാണ് ഇത്തരത്തിലൊരു സംഭവം പുറത്തുവരുന്നത്. യുവതിയുടെ കൈ വെട്ടി മാറ്റിയിരിക്കുകയാണ് അമ്മാവൻ. ഒരു ചെറിയ കാര്യത്തിന്, നിസ്സാര വിഷയത്തിനാണ് ഈ ക്രൂരത ചെയ്തത്. കിളിമാനൂർ സ്വദേശി സിന്ധുവിന്റെ കൈയാണ് സ്വന്തം അമ്മാവൻ വെട്ടിമാറ്റിയത്. പ്രജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. പ്രശാന്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. വളരെ പ്രധാനപ്പെട്ട വാർത്ത. തിരുവല്ലയിൽ ഗുണ്ടാപ്പിരിവ് നൽകാത്തതിന് യുവതിയോട് ക്രൂരത. സ്പാ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്തു. കാപ്പ കേസ് പ്രതി സുബിൻ അലക്സാണ്ടറും സംഘവും ചേർന്നാണ് അതിക്രമം നടത്തിയത്. സംഭവത്തിൽ 3 പേർ അറസ്റ്റിലായിരിക്കുന്നു. ഫെബ്രുവരി 1 സംഭവം. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, ഇത് കേരളമാണോ എന്നാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒരു ഗുണ്ടാപ്പിരിവ് നൽകാത്തതിനാണ് ഇത്തരത്തിലൊരു യുവതിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തിരിക്കുന്നത്. ആരൊക്കെയാണ് ഈ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയവർ? ഇവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എങ്ങനെയാണ് ഗോകുൽ പുരോഗമിക്കുന്നത്? അശ്വതി, കഴിഞ്ഞ ഫെബ്രുവരി 1 ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. തിരുവല്ലയിലെ സ്പായിലാണ് ജീവനക്കാരി കൂട്ടബലാത്സംഗത്തിന് ഇരയായിട്ടുള്ളത്. ഗുണ്ടകളാണ്, തിരുവല്ല കേന്ദ്രീകരിച്ചിട്ടുള്ള ഗുണ്ടകളാണ് ഇവരെ ബലാത്സംഗത്തിന് ഇരയാക്കിയിരിക്കുന്നത്. അതായത് ഈ സ്പാ നടത്തുന്ന ഒരു ജീവനക്കാരിയാണ് ഇവരുടെ സ്ഥാപനത്തിൽ സ്ഥിരമായിട്ട് ഈ ഗുണ്ടകൾ എത്തി ഗുണ്ടാപ്പിരിവ് ചോദിച്ചിരുന്നു. 25,000 50,000 രൂപയൊക്കെ ആയിരുന്നു ഗുണ്ടാപ്പിരിവായിട്ട് ചോദിച്ചുകൊണ്ടേയിരുന്നത്. സുബിൻ അലക്സാണ്ടർ എന്ന് പറയുന്ന ഗുണ്ടയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. മരണ സുബിൻ എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്. ഇയാള് സ്ഥിരമായിട്ട് ഗുണ്ടാപ്പിരിവ് നടത്തിയിരുന്നു. അങ്ങനെ ഗുണ്ടാപ്പിരിവ് നൽകിയില്ല എന്ന് ഒരു സമയം അല്ലെങ്കിൽ ഒരു തവണ ഇത്തരത്തിൽ വന്നപ്പോൾ ഗുണ്ടാപ്പിരിവ് നൽകാതിരുന്നതിനെ തുടർന്നാണ് ഈ ജീവനക്കാരിയെ ക്രൂരമായിട്ട് കൂട്ടബലാത്സംഗം ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം തിരുവല്ലയിൽ ഉണ്ടായത്. ഫെബ്രുവരി 1 സംഭവം